എന്തുകൊണ്ട് ബന്ധുക്കൾ ഇത്രയും കാലം വൈകി? ഏകദേശം 15 വർഷത്തിന് ശേഷം ആണ് കേസ് കൊടുക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു? പോലീസിന്റെ മുന്നിലുള്ള ഒന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അതിന് ബന്ധുക്കൾ തന്നെ മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണോ? ജൈനമ്മയുടേതാണെങ്കിൽ ജൈനമ്മയും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ വസ്തു ഇടപാടുകാരനും ഇടനിലക്കാരനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും തമ്മിൽ എന്തായിരുന്നു ബന്ധം? അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാണാതായ വർഷം 2023 ഡിസംബറിലാണ് ഇവരെ കാണാതാകുന്നത്. അപ്പോൾ അങ്ങനെ 2023 കാണാതായ ആളുടെ പരാതി ആ സാവിയോയും അതുപോലെ തന്നെ അപ്പച്ചനും ഉടനെ തന്നെ മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും പരാതി കൊടുത്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ജൈനമ്മ സെബാസ്റ്റ്യനുമായി അടുക്കുന്നത്? ജൈനമ്മയും സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ജൈനമ്മ എന്തുകൊണ്ട് ഇവിടെ വന്നു? എന്തിനു വേണ്ടിയാണ് വന്നത്? സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഇൻബോൺ ക്രിമിനലാണോ? സെബാസ്റ്റ്യൻ എന്തിനു വേണ്ടി കൊലപാതകം നടത്തി? കൊലപാതകമാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ചേർത്തലയിലെ ശരീരാവശിഷ്ടങ്ങൾ ഉയർത്തുന്ന ഇരട്ട കൊലപാതകമെന്ന ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അതിന് ഒരു ഉത്തരമാവുകയുള്ളൂ, അത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ ഇതൊരു ദുരൂഹതയാണ്.